അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസം വെള്ളം, ആ സംസം വെള്ളം കുടിക്കുന്നതായിട്ട് നമ്മളങ്ങനെ സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? നല്ല വ്യാഖ്യാനമാണോ അല്ലെങ്കിൽ മോശപ്പെട്ട വ്യാഖ്യാനമാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സംസം വെള്ളം അല്ലേ, ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് സംസം വെള്ളം. എത്ര കോടിക്കണക്കിന് ആളുകൾ, എത്ര ആളുകൾ അവിടുന്ന് സംസം വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കിണറാണെങ്കിൽ ആ കിണറിൽ നിന്ന് നമ്മൾ വലിച്ചുകൊണ്ട് നിന്നാൽ ഒരു വേനൽക്കാലമാണെങ്കിൽ എന്താകും, വെള്ളം വറ്റും. അവിടെ വേനൽ എന്നില്ല, മഴക്കാലം എന്നില്ല, അവിടെ എപ്പോഴും വെള്ളമാണ് അല്ലേ. അപ്പോൾ സംസം വെള്ളം കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനം നല്ലൊരു വ്യാഖ്യാനം തന്നെയാണ് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഷെയ്ഖ് ഇമാം നാബിൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുകയാണ്, ഒരാൾ സംസം കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, സംസം വെള്ളം കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം രോഗങ്ങളെ തൊട്ടുള്ള ശമനമാണ്. അവനിക്കുന്നുണ്ടാകും, രോഗശമനം ഉണ്ടാകും. സംസമില്ലേ, അപ്പം എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് കുടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വ്യാഖ്യാനം അതുപോലെ തന്നെയാണ്. എന്ത്, രോഗങ്ങളെ തൊട്ടുള്ള ശമനം, രോഗങ്ങളുണ്ടെങ്കിൽ അവനിക്ക് ശമനം ഉണ്ടാകും. ഒരു നല്ല കാര്യം അവൻ എത്തിച്ചേരും എന്നും ഇതിന് വ്യാഖ്യാനമുണ്ട്. നല്ല കാര്യം അവൻ എന്താകും, എത്തിച്ചേരും. മോശപ്പെട്ട കാര്യമല്ല, നല്ല കാര്യങ്ങൾ എത്തിച്ചേരും. പിന്നെ അവൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറും. അവനക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും, ഉദ്ദേശങ്ങളുണ്ടാവും, അതൊക്കെ നിറവേറും എന്നും ഇതിന് വ്യാഖ്യാനമുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, ലക്ഷ്യങ്ങളുമായി നടക്കുന്ന ആളുകൾ, അല്ലാഹു തആലയോട് ദുആ ചെയ്യുന്ന ആളുകൾ. ചില ആളുകൾ അവനക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും, പക്ഷേ ലക്ഷ്യങ്ങളൊന്നും പഠിച്ചവനോട് പറയില്ല. ആഖിറത്തിലേക്ക് വേണ്ടിയുള്ളത് മാത്രം, അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മാത്രം അവൻ എന്താകും, പഠിച്ചവനോട് ദുആ ചെയ്യും. പക്ഷേ ദുനിയാവിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചൊന്നും പഠിച്ചവനോട് പറയില്ല. എന്നാലും പഠിച്ചവനതൊക്കെ കണ്ടറിഞ്ഞ് അവൻ്റെ ആഖിറവും ദുനിയാവും എന്താക്കും, നല്ല ഹൈറായ രീതിയിലാക്കി കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മയും ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.